ഐ എം ഷേർലി ഫിലോമിന. നിങ്ങളുടെ സോഷ്യോളജിയുടെ ടീച്ചറാണ്, അക്കാഡമിക് കൗൺസിലറാണ്. ഇന്ന് നമുക്ക് മാരേജിനെ കുറിച്ച് ആദ്യം നോക്കാം. മാരേജ്, യു നോ ദാറ്റ് മാരേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ബിഫോർ ഗോയിങ് ടു മാരേജ്, what is sociology you mean? Sociology is the science of society or social relationships. And in this important subject, the backbone is marriage is one of the backbone of the social institute, this science. Marriage is an important social institutions. So, actually, social institutions are the backbone of society. So, marriage is a relationship which is socially approved. Marriage in the it is a relationship which is socially. The relationship is defined and sanctioned by custom and law. രീതികളും നിയമവും അനുസരിച്ച് ഇതിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ബന്ധമാണ് മാരേജ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ബൈ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റ് വിത്ത് റെഫറൻസ് ടു സെക്ഷൽ യൂണിയൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഫോർ procreation, establishing the legitimacy of children born out of union, acquisition of certain legal rights. അപ്പോൾ ഈ മാരേജിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ നേരത്ത് കുറെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെക്ഷൽ യൂണിയൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഫോർ പ്രൊക്രിയേഷൻ, കുട്ടികൾക്ക് ജനനം നൽകാൻ വേണ്ടി സെക്ഷൽ യൂണിയൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ദ ലെജിറ്റിമസി ഓഫ് ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് ദ യൂണിയൻ. പിന്നീടുള്ളത് അക്വിസിഷൻ ഓഫ് സർട്ടൺ ലീഗൽ റൈറ്റ്സ്. അപ്പം നിയമപരമായിട്ട് കുട്ടികളെ ജനിപ്പിക്കുക, അവർക്ക് അതിൽ ലീഗൽ റൈറ്റ്സ് കിട്ടുക. ഇതെല്ലാം മാരേജിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളാണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഹാഡ് ബീൻ ഡിഫൈൻഡ് ബൈ മെനി ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ദാറ്റ് സ്ട്രെസ് ഓൺ ദ above three dimensions. The above three dimensions means first one, sexual union between men and women for procreation. Second, establishing the legitimacy of children born out of the union. And third one, acquisition of certain legal rights. We can see what are the definitions of marriage then. Marriage is a relation of one or more men to one or more women which is recognized by customs or law. ഇപ്പൊ മാരേജ് ഇസ് എ റിലേഷൻ. മാരേജ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ബന്ധമാണത്. വൺ ഓർ മോർ മെൻ ടു വൺ ഓർ മോർ വുമൺ വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ കസ്റ്റം ഓർ ലോ. ഓരോ സൊസൈറ്റിക്കും കുറെ രീതികളും കസ്റ്റംസും ലോയും ഒക്കെ നിയമങ്ങളൊക്കെ അനുസരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഒന്നിലധികം ആളുകളോ ഒന്നിലധികം സ്ത്രീകളോ ആയിട്ടുള്ള ബന്ധം പുലർത്തുകയും ആൻഡ് സർട്ടൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇതിൽ കുറെ സർട്ടൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ബോത്ത് ഇൻ കേസ് പാർട്ടീസ് എൻ്ററിങ് ഇൻ ടു ദ യൂണിയൻ ഇൻ ദ കേസ് ഓഫ് ചിൽഡ്രൻ ബോൺ ഓഫ് ഇറ്റ്. അപ്പൊ അവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടികളോട് കുറച്ച് ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം അനുസരിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് മാരേജ് എന്ന് പറയുന്നത്. The first definition given in this chapter is Louis. According to him, a relatively permanent bond between permissible mates. അംഗീകരിക്കപ്പെട്ട മെയ്റ്റ്സിന്റെ ഇടക്കുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ബോണ്ട്, ഒരു റിലേഷൻ, അതാണ് ലൂയിസ് മാരേജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേറ്റീവ്ലി പെർമനന്റ് ബോണ്ട് ബിറ്റ്വീൻ പെർമിസിബിൾ മെയ്റ്റ്സ്. Second, Malinowski, one of the important anthropologists, Malinowski, he defines a contract for the production and maintenance of children. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. അത് ഇറ്റ് ഈസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, കൂടാതെ അവരെ സംരക്ഷിക്കുക, അവരെ പരിപാലിക്കുക. ഇതിനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് മാലിനോസ്കി അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ആള് ലൻബർഗ്.
the rights, duties and privileges of husband and wife with respect to each other. അപ്പോൾ മാരേജ് കൺസിസ്റ്റ് ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ മാരേജിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ദാറ്റ് ഡിഫൈൻ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, കുറേ അവകാശങ്ങൾ, കുറച്ച് കർത്തവ്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് അനുസരിക്കേണ്ടതായിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ഭർത്താവും ഭാര്യയും എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ അനുസരിക്കണം, അങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് ലൻബർഗ് മാരേജിനെ വീക്ഷിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഹോർട്ടൺ ആൻഡ് ഹട്ട്. Is according to them is the approved social pattern whereby two or more persons establish a family. According to Horton and Hunt, ഈ ഡെഫിനിഷൻ അനുസരിച്ച് മാരേജ് ഈസ് ദ അപ്രൂവ്ഡ് സോഷ്യൽ പാറ്റേൺ. ഇതൊരു അപ്രൂവ്ഡ് സോഷ്യൽ പാറ്റേൺ ആണ് വെയർ ബൈ ടു ഓർ മോർ പേഴ്സൺസ് എസ്റ്റാബ്ലിഷ് എ ഫാമിലി. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്നിട്ട് ഒരു ഫാമിലിക്ക് രൂപം കൊടുക്കുക. അങ്ങനെ ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു സോഷ്യൽ പാറ്റേണിനെയാണ് ഹോർട്ടൺ ആൻഡ് ഹണ്ട് മാരേജ് എന്ന് പറയുന്നത്. ഇനി ആൻഡേഴ്സൺ ആൻഡ് പാർക്കർ ഈസ് ദ, അക്കോർഡിംഗ് ടു ദം, marriage is the sanctioning by a society of a durable bond between one or more males and one or more males females established to permit sexual intercourse for the implied purpose of parenthood. പാരൻഹുഡിന് വേണ്ടിയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് നടത്താൻ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ജോഡിയായിട്ടാണ് മാരേജിനെ കണ്ടിട്ടുള്ളത്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മാരേജ് ഇൻ സൊസൈറ്റീസ് ഡ്യൂ the different functions it performs in society. It provides a recognized form for entering into a relatively enduring heterosexual relationship for the bearing and rearing of children. അപ്പോൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, അതനുസരിച്ച് അവരെ വളർത്തി കൊണ്ടുപോകുക, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് മാരേജിൽ കൂടി നടന്നത്. ഇറ്റ് ഈസ് ദസ് പ്രൈമർലി എ വേ ഓഫ് റെഗുലേറ്റിംഗ് ഹ്യൂമൻ പ്രൊഡക്ഷൻ. അപ്പം മെയിൻ ആയിട്ടുള്ള മാരേജിന്റെ പർപ്പസ് ആണ് ഇറ്റ് ഈസ് primarily a way of regulating human reproduction. മാനവരാശിയെ വീണ്ടും വീണ്ടും പുനർജീവിപ്പിക്കാൻ, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. മാനവനില്ലെങ്കിൽ സൊസൈറ്റി ഇല്ല. അപ്പൊ സൊസൈറ്റി നിലനിൽക്കണമെങ്കിൽ അവിടെ മാനവരാശി വേണം. അപ്പൊ മാനവരാശിയുടെ ആ റീപ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദിസ് institution's duty. The right of sexual relationship that usually accompanies marriage provides legitimation to the children born in wedlock. അപ്പൊ ദാമ്പത്യത്തിൽ കൂടി ഉണ്ടായിരിക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് ആ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്ക് അച്ഛനമ്മമാരിൽ കുറെ അധികാരങ്ങളുണ്ട്. അതുപോലെ അവരിൽ നിന്ന് കുറെ അധികാരങ്ങൾ കിട്ടാനുണ്ട്. അതുപോലെ അവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി പാരൻസിനുണ്ട്. ദിസ് ലെജിറ്റിമസി ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ. അപ്പൊ ഈ ലെജിറ്റിമസി, മാരേജിലൂടെ ഉണ്ടാകുന്ന ഈ നിയമപരമായിട്ടുള്ള സാധ്യത, ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻസ്. പിന്തുടർച്ചാവകാശത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇൻ ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റേൺ സൊസൈറ്റീസ് മാരേജ് ഫങ്ഷൻ ബിയണ്ട് പ്രൊക്രിയേഷൻ ആൻഡ് ചൈൽഡ് റിയറിംഗ്. അപ്പൊ ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റേൺ സൊസൈറ്റിയിലാണെങ്കിൽ മാരേജിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ അപ്പുറമാണ്. പ്രൊക്രിയേഷൻ, ചൈൽഡ് റിയറിംഗ്, ഇതിലും കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കും കൂടി പോകുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് കമ്പാനിയൻഷിപ്പ് ആസ് വെൽ ആസ് എമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇങ്ങനെ രണ്ട് ജോഡികൾ കൂടുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് കമ്പാനിയൻഷിപ്പ്, രണ്ടുപേർക്കും ഒരു കമ്പാനിയൻഷിപ്പ് ആവുന്നുണ്ട്. ആസ് വെൽ ആസ് എമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്, വികാരപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഒക്കെ അവർക്കൊരു സപ്പോർട്ട്, ഇരുവർക്കും ഒരു സപ്പോർട്ടും ഈ മാരേജിൽ കൂടി ദമ്പതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് തിയറീസ് ഓഫ് മാരേജ്. There are different theories of marriage. In sociology and anthropology, the institution of marriage has been theorized in multiple ways in order to comprehend its complex patterns. Different scholars have theorized marriage by formulating a cross-culturally valid definition that can cover the numerous variations they have recorded. In a
Edmund Leach, first one. Edmund Leach defined marriage as a relationship established between a woman and one or more other persons, which provides that a child born to the woman under circumstances. അപ്പോൾ എഡ്മണ്ട് ലീച്ച് ഡിഫൈൻഡ് മാരേജ് ആസ് എ റിലേഷൻഷിപ്പ്. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമാണ്. അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ വുമൺ ആൻഡ് വൺ ഓർ മോർ അതർ പേഴ്സൺ, ഒരു വുമണോ അല്ല മറ്റു ഒരു വ്യക്തിയുമായിട്ടോ ഒന്നിലധികം ആളുകളുമായിട്ടോ, വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ചൈൽഡ് ബോൺ ടു ദ വുമൺ അണ്ടർ സർക്കംസ്റ്റൻസസ്. ഈ മാരേജിന്റെ ഫലമായിട്ട് ഒരു കുട്ടി ഉണ്ടാകുക. നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ദ റൂൾസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. അത് ആ റിലേഷൻഷിപ്പിനെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല. ഈസ് അക്കോർഡഡ് ഫുൾ ബർത്ത് സ്റ്റാറ്റസ് റൈറ്റ്സ് കോമൺ ടു നോർമൽ മെമ്പേഴ്സ് ഓഫ് ഹിസ് സൊസൈറ്റി ഓർ സോഷ്യൽ സ്ട്രാറ്റം. ഹി കൺസിഡേർഡ് മാരേജ് ആസ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. അപ്പൊ എഡ്മണ്ട് ലീച്ചിന്റെ അഭിപ്രായത്തിൽ മാരേജ് നൽകുന്നത് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ് തന്നെ നൽകുന്നുണ്ട്. അലോക്കേറ്റഡ് ടു ഐദർ ഓർ ബോത്ത് സ്പൗസസ്, രണ്ട് കൂട്ടർക്കും. മാരേജിലൂടെ ഭാര്യയ്ക്കും ഭർത്താവിനും. ഇറ്റ് കൺസിഡേർഡ് ആസ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. ഇൻ സം കേസസ് ഇറ്റ് സെർവ്സ് പ്രൈമറിലി ടു അലോക്കേറ്റ് റൈറ്റ്സ് ടു ദ ഹസ്ബൻഡ് ആൻഡ് ഹിസ് വൈഫ് ബ്രദേഴ്സ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് പറയാം അവർക്ക് മാത്രമല്ല അവരുടെ സഹോദരങ്ങളും കൂടി ഈ റൈറ്റ്സ് നൽകാനായിട്ട് അധികാരപ്പെട്ടിട്ടുള്ളവരാണ്. ദ ലീസ്റ്റ് ഓഫ് 10 റൈറ്റ്സ് പെർഫോംഡ് ബൈ മാരേജസ്. അപ്പൊ എഡ്മണ്ട് ലീച്ച് 10 റൈറ്റ്സ് പറയുന്നുണ്ട്. ലീസ്റ്റ് ഓഫ് 10 റൈറ്റ്സ് പെർഫോംഡ് ബൈ മാരേജ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ ലീഗൽ ഫാദർ ഓഫ് എ വുമൺസ് ചിൽഡ്രൻ. അപ്പൊ മാരേജ് വഴി ഒരു ലീഗൽ ഫാദറിനെ കിട്ടുകയാണ്. ആ സ്ത്രീയുടെ കുട്ടികൾക്ക് ഒരു ലീഗലായിട്ട് ഒരു അച്ഛൻ ഉണ്ടായിരിക്കുന്നു. സെക്കൻഡ് വൺ ടു എസ്റ്റാബ്ലിഷ് ദ ലീഗൽ മദർ ഓഫ് എ മാൻസ് ചിൽഡ്രൻ. ഒരു പുരുഷന്റെ കുട്ടി ജന്മം നൽകിയിട്ടുള്ള ആ കുട്ടിക്ക് ഒരു ലീഗൽ മദറും ഉണ്ടായിരിക്കുന്നു. അപ്പം വിവാഹം മൂലം കുട്ടിക്ക് ലീഗലായിട്ടൊരു ഫാദറേയും കിട്ടും, അതുപോലെ ലീഗലായിട്ടുള്ള ഒരു മദറിനെയും കിട്ടും. ടു ഗീവ് ദ ഹസ്ബൻഡ് എ മൊണോപ്പൊളി ഇൻ ദ വൈഫ്സ് സെക്ഷുവാലിറ്റി. അപ്പോൾ വൈഫ്സിന്റെ സെക്ഷുവാലിറ്റിയിൽ ഹസ്ബൻഡിനാണ് മൊണോപ്പൊളി. ടു ഗീവ് ദ വൈഫ് എ മൊണോപ്പൊളി ഇൻ ദ ഹസ്ബൻഡ് സെക്ഷുവാലിറ്റി. അതുപോലെ തന്നെ തിരിച്ചും give the wife a monopoly in the husband's sexuality. To give the husband partial or monopolistic rights to the wife's domestic and other labor services. Then sixth one, to give the wife partial or monopolistic rights to the husband's labor services. To give the husband partial or total rights over the poverty belong or potentially acquiring to the wife. അപ്പൊ നേട്ടോ ആയാലും കോട്ടോ ആയാലും അതിൽ രണ്ടുപേർക്കും അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരിക്കും. ടു ഗീവ് ദ വൈഫ് പാർഷ്യൽ ഓർ ടോട്ടൽ റൈറ്റ്സ് ഓവർ ദ പോവർട്ടി ബിലോങ് ഓർ പൊട്ടൻഷ്യലി അക്വയറിംഗ് ടു ദ ഹസ്ബൻഡ്. ലാസ്റ്റ് നയൻത് വൺ, ടു എസ്റ്റാബ്ലിഷ് എ ജോയിന്റ് ഫണ്ട് ഓഫ് പ്രോപ്പർട്ടി. അപ്പൊ ഈ രണ്ടുപേര് ചേർന്നിട്ടുള്ള ആ ബന്ധത്തിൽ there is a joint fund of property, a partnership. അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ മാരേജ്. അപ്പൊ ആ മാരേജിൽ നിന്നുണ്ടായിരിക്കുന്ന കുട്ടികളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ജോയിന്റ് ഫണ്ട് ഓഫ് പ്രോപ്പർട്ടി, അതുപോലെ ഒരു ജോയിന്റ് ഫണ്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉടലെടുക്കുകയാണ്. Last, to establish a socially significant relationship of affinity between the husband and his wife's brothers. ഒരു എഫിനിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് എഫിനിറ്റി ഉണ്ടാവുന്നു. ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ അവരുടെ സഹോദരങ്ങളുമായിട്ട് ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. ലീച്ച് therefore focuses attention on rights in and regarding children, sexuality, ഡൊമസ്റ്റിക് ആൻഡ് എക്കണോമിക് സർവീസസ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെയാണ് ലെച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് റൈറ്റ്സ് ഇൻ റിഗാർഡിങ് ചിൽഡ്രൻ, കുട്ടികളിലുള്ള അധികാരം, അതുപോലെ സെക്ഷുവാലിറ്റിയിലുള്ള അധികാരം, ഡൊമസ്റ്റിക് ആൻഡ് എക്കണോമിക് സർവീസസ് ആൻഡ് പ്രോപ്പർട്ടി അതിലുള്ള ഒരു അധികാരങ്ങൾ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ഓഫ് എഫിനിറ്റി ഈസ് ദെയർ ഇൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. Then Kathleen Cuff
Next sociologist Kathleen Cuff questions the traditional definition of marriage in terms of union between men and women for reproducing legitimate offspring. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും പല ആളുകൾക്ക്. ഇവിടെ കത്ലീൻ കഫ് പറയുന്നത് ഹി ക്വസ്റ്റ്യൻഡ്, അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ദ ട്രഡീഷണൽ ഡെഫിനേഷൻ ഓഫ് മാരേജ്. ട്രഡീഷണൽ ഡെഫിനേഷൻ ഓഫ് മാരേജിൽ കുറേ കുറവുകളുണ്ട്. ഇൻ ടേംസ് ഓഫ് യൂണിയൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഫോർ റീപ്രൊഡ്യൂസിങ് ലെജിറ്റിമേറ്റ് ഓഫ്സ്പ്രിങ്. ലെജിറ്റിമേറ്റ് ഓഫ്സ്പ്രിങ്സ് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിനെ ചില പോരായ്മകളും കൂടി അദ്ദേഹം കാണുന്നുണ്ട്. ആസ് സ്റ്റേറ്റഡ് ഏർലിയർ, ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാരേജ് അസ്യൂം ദ കോ എക്സിസ്റ്റൻസ് ഓഫ് 3 കണ്ടീഷൻസ്. അപ്പൊ ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞാൽ assumed the co-existence of 3 conditions. 3 കണ്ടീഷൻസ് ആണ് അതിൽ ഉള്ളത്. ഒന്ന് സെക്ഷുവൽ യൂണിയൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സെക്ഷുവൽ യൂണിയനുള്ള അധികാരം ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ. സെക്കൻഡ്, പ്രൊക്രിയേഷൻ ഓഫ് ഓഫ്സ്പ്രിങ്, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള അധികാരം. ആൻഡ് ലീഗൽ ലെജിറ്റിമസി ഓഫ് ഓഫ്സ്പ്രിങ്, അപ്പൊ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അതുവഴി ലീഗൽ ലെജിറ്റിമസി, അവർക്ക് നിയമപരമായിട്ടുള്ള അധികാരം കൂടി ആ കുട്ടികൾക്ക് നൽകുക. കഫ് ആർഗ്യൂസ് ദാറ്റ് വൺ ഓഫ് ദി അബവ് കണ്ടീഷൻ മേ ഓർ മേ നോട്ട് ബി പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഫോം ഓഫ് മാരേജ്. ഷീ ഇലുസ്ട്രേറ്റഡ് ദിസ് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് മാരേജ് എമംഗ് ദ നായേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ട്രഡീഷണൽ മാരേജിൽ ഉള്ള കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ ഗൗഫ് argues that one of the above condition may or may not be present in different forms of marriage. അപ്പോൾ 3 കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന് സെക്ഷുവൽ യൂണിയൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, സെക്കൻഡ് വൺ പ്രൊക്രിയേഷൻ ഓഫ് സ്പ്രിങ് ആൻഡ് ലീഗൽ ലെജിറ്റിമസി ഓഫ് ഓഫ്സ്പ്രിങ്സ് ബോൺ. അപ്പൊ ഇതിലൊക്കെ ചില കാര്യങ്ങൾക്ക് കുറവുകൾ വരാമെന്ന്. കഫ് ആർഗ്യൂസ് ദാറ്റ് വൺ ഓഫ് ദി അബവ് കണ്ടീഷൻ മേ ഓർ മേ നോട്ട് ബി പ്രസന്റ് ഇൻ different forms of marriage. She illustrated this with the example of marriage among Nayars of South India. South Indiaയിലെ നായന്മാരുടെ വിവാഹ രീതി വിവരിച്ചുകൊണ്ടാണ് അവരിതിനെ സമർത്ഥിക്കുന്നത്. The Nayar is a matrilineal society where child after birth enters the matrilineage. അപ്പൊ നായർ ഈസ് എ മാട്രിലീനിയൽ സൊസൈറ്റി. നായർ ഫാമിലിയിലുള്ളത് അതൊരു മാട്രിലീനിയൽ, അത് അവിടെയൊക്കെ അമ്മമാർക്കാണ് കൂടുതൽ അധികാരമുള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് മാട്രിലീനിയൽ സൊസൈറ്റിയാണ് അവിടെ ഉള്ളത്. വേർ ചൈൽഡ് ആഫ്റ്റർ ബർത്ത് എൻറ്റേഴ്സ് ദ മാട്രിലീനിയേജ്. അപ്പൊ അമ്മയുടെ ആ പേരും ആ തറവാടിത്തത്തിലുമാണ് അവര് വളർന്നു വരുന്നത്. എമംഗ് ദ നായേഴ്സ് മാരേജ് ഡസ് നോട്ട് സെർവ് ടു എസ്റ്റാബ്ലിഷ് ലെജിറ്റിമസി ഓഫ് ചിൽഡ്രൻ. എമംഗ് ദ നായേഴ്സിന്റെ അടക്ക മാരേജ് ഡസ് നോട്ട് സെർവ് ടു എസ്റ്റാബ്ലിഷ് ലെജിറ്റിമസി ഓഫ് ചിൽഡ്രൻ. അപ്പൊ ചിൽഡ്രന് അവര് ലെജിറ്റിമസി അങ്ങനെ അത്ര കൊടുക്കുന്നില്ല. ഇൻ മെനി സൊസൈറ്റീസ് മാരേജ് ഈസ് നോട്ട് ദ ഓൺലി റീസൺ ഫോർ അക്വിസിഷൻ ഓഫ് ബർത്ത് റൈറ്റ്സ്. അപ്പൊ അതുപോലെ തന്നെ ഇൻ മെനി സൊസൈറ്റീസ് മാരേജ് ഈസ് നോട്ട് ദ ഓൺലി റീസൺ ഫോർ അക്വിസിഷൻ ഓഫ് ബർത്ത് റൈറ്റ്. ബർത്ത് റൈറ്റ്സ് കിട്ടാനുള്ള ഏറ്റവും മുഖ്യ ഇതായിട്ട് മാരേജിന് എല്ലായിടത്തും എല്ലാ സൊസൈറ്റീസും അംഗീകരിക്കണില്ല. എമംഗ് എന്താ ന്യൂവർ ഓഫ് സുദാൻ ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിലെ ഒരു വിഭാഗം നോയർ, എ മാൻ മേ ലെജിറ്റിമേറ്റ് എ ചൈൽഡ് ഓഫ് an unmarried mother upon payment of fee without getting married to the mother. ഇപ്പൊ ഒരു സ്ത്രീയിലുണ്ടായ കുട്ടീനെ വേണമെങ്കിൽ മാൻ മേ ലെജിറ്റിമേറ്റ് എ ചൈൽഡ്, അതിനൊരു ലെജിറ്റിമേറ്റ് ആക്കി വേണമെങ്കിൽ അംഗീകരിക്കാം. ഓഫ് ആൻ അൺമാരീഡ് മദർ അപ്പോൺ പേയ്മെന്റ് ഓഫ് ഫീ വിത്തൗട്ട് ഗെറ്റിംഗ് മാരീഡ് ടു ദ മദർ. ആ കുട്ടിയുടെ അമ്മനെ വിവാഹം കഴിക്കാതെ തന്നെ അവൾക്കുണ്ടായ ആ കുട്ടീനെ വേണമെങ്കിൽ പേയ്മെന്റ്, ഒരു ഫീ പേയ്മെന്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് അംഗീകരിക്കാം. ഇൻ ദിസ് കേസ് മാരേജ് ആൻഡ് ലെജിറ്റിമസി നീഡ് നോട്ട് ഗോ ടുഗെദർ. സെക്കൻഡ്ലി questions the assumption of paternity as the universal behavior, re-strengthening the institution of marriage. ഈ നായേഴ്സ് ഫാമിലിയിലുള്ള മാരേജ് സിസ്റ്റത്തിന്റെ ഒരു ചെറിയ വിവരണമാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ബിഫോർ പൂബർട്ടി ഓൾ നായർ ഗേൾസ് വെർ റിച്വലി മാരീഡ് ടു എ സ്യൂട്ടബിൾ നായർമാൻ ഇൻ ദ താലി റൈറ്റ്. അപ്പൊ പൂബർട്ടി ആണേക്ക് മുമ്പ്, പ്രായപൂർത്തി ആണേക്കുമ്പോൾ നായർ ഗേൾസ് വെർ റിച്വലി മാരീഡ് ടു എ സ്യൂട്ടബിൾ നായർമാൻ. ഓരോ നായർ പെൺകുട്ടിയും
മതപരമായിട്ട് ഒരു നായർ യുവാവിനെ വിവാഹം ചെയ്യുന്നുണ്ട്. അവിടെ നായർ മാൻ ഇൻ ദ താലി റൈറ്റ്, അതിനെ പറയുന്ന താലി റൈറ്റ്. ആഫ്റ്റർ ദ റിച്വൽ മാരേജ് ഹാഡ് ടേക്കൺ പ്ലേസ്, ഹവർ ദ താലി ഹസ്ബൻഡ് ഡിഡ് നോട്ട് ലീവ് വിത്ത് ഹിസ് വൈഫ്. അപ്പൊ ശരിക്കുള്ള മാരേജ് നടക്കുന്നത് വരെ ദ താലി ഹസ്ബൻഡ് ഡിഡ് നോട്ട് ലീവ് വിത്ത് ഹിസ് വൈഫ്. അപ്പൊ വെറുതെ ഒരു താലി റൈറ്റ് രീതിയിൽ വിവാഹിതരായെങ്കിലും അവർ പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്നില്ല. ആൻഡ് വാസ് അണ്ടർ നോ ഒബ്ലിഗേഷൻ ടു ഹാവ് എനി കോണ്ടാക്ട് വിത്ത് ഹെയർ വാട്ട്സോ എവർ. എങ്ങനെയായാലും അവർ തമ്മിൽ അങ്ങനെ ഒരു നായർമാൻ ഒരു താലി റൈറ്റ് അനുസരിച്ച് ഒരു ഗേളിനെ വിവാഹം ചെയ്തെങ്കിലും അവർ ഒന്നിച്ച് ജീവിക്കാനായിട്ട് സമുദായം അവരെ അനുവദിക്കണില്ല. And was under no obligation to have any contact with her whatsoever. The wife owned only one duty to her tali husband. അപ്പൊ ഇവിടെയൊക്കെ ഇത്തരം കാലഘട്ടത്തിൽ വൈഫിന് ആകപ്പാടെ ഒരു കടപ്പാട് മാത്രമേ ഉള്ളൂ ഭർത്താവിനോട്. അതായത് ഷീ ഹാഡ് ടു അറ്റൻഡ് ഹിസ് ഫ്യൂണറൽ ടു മോൺ ഹിസ് ഡെത്ത് അറിയുകയാണെങ്കിൽ, അതിന് മുമ്പ് മരിച്ചു പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നമ്മൾ വിഷമിക്കുക, അങ്ങനത്തെ ഒരു കാര്യം മാത്രം ഇവിടെ നടക്കണുള്ളൂ. Once a Nair girl reached or neared poverty, she began to take a number of visiting husbands. അപ്പൊ once a Nair girl reached or neared poverty, അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ she began to take a number of visiting husbands. സ്ഥിരമായിട്ടല്ല, അവൾക്ക് വിസിറ്റിംഗ് ഹസ്ബൻഡ്സിനെ സ്വീകരിക്കാം. ഓർ സംബന്ധ ഹസ്ബൻഡ്സ്, ഇങ്ങനെയുള്ള ഹസ്ബൻഡ്സിനെ വന്നു പോകുന്ന അങ്ങനെയുള്ള ഹസ്ബൻഡ്സ് ആയിട്ട് സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധം ഹസ്ബൻഡ്സ് എന്നാണ് പറയുന്നത്. ദ നായർമാൻ വെർ യൂഷ്വലി പ്രൊഫഷണൽ warriors who spend long period of time away from their village acting as mercenaries. During their time in the village, they were allowed to visit any number of Nair women who had undergone the tali rite and who were members of the same caste as themselves or a lower കാസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഉള്ള സമയങ്ങളിൽ ഈ നായർമാന് വേണമെങ്കിൽ പല നായർ സ്ത്രീകളെ ഇതുപോലെ വിസിറ്റ് ചെയ്യാം. With the agreement of the woman involved, the Sambandham husband arrived at home of one of his wives after supper. അപ്പൊ സപ്പറിന് ശേഷം വുമന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംബന്ധ ഹസ്ബൻഡ്സിന് വൈഫ്സിനെ വിസിറ്റ് ചെയ്യാന്നുണ്ട്. ഹാഡ് സെക്ച്വൽ ഇന്റർകോഴ്സ് വിത്ത് ഹെർ, എന്നിട്ട് അവരുമായിട്ട് സെക്ച്വൽ ഇന്റർകോഴ്സിനുള്ള അധികാരമുണ്ട്. ആൻഡ് ലെഫ്റ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ സപ്പർ കഴിഞ്ഞ് വരിക ആൻഡ് ലെഫ്റ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് നെക്സ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് അവിടെ വിട്ട് പോവുകയും ചെയ്യണം. ഡ്യൂറിങ് ഹിസ് സ്റ്റേ he placed his weapons outside the building to show the other സംബന്ധ ഹസ്ബൻഡ്സ് that he was there. അപ്പോൾ ഒരു സ്ത്രീക്ക് പല സംബന്ധം ഹസ്ബൻഡ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരാൾ അകത്ത് വന്നാൽ അകത്തേക്ക് പോകുന്നയാള് അയാളുടെ കയ്യിലുള്ള വെപ്പൺസ് ഒക്കെ പുറത്തു വെച്ചിരിക്കും. കാരണം ഇനിയും വേറൊരുത്തം വന്നാൽ ഇവിടെ വേറെ ഒരു സംബന്ധം ഹസ്ബൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം, അകത്തേക്ക് കടക്കാനും പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഇഫ് ദേ അറൈവ്ഡ് ടു ലൈറ്റ് then they were free to sleep on the veranda. ഇനിയിപ്പോൾ അവർ വളരെ വൈകിയാണ് വരണമെങ്കിൽ, അപ്പം നേരത്തെ അറിയിക്കും ഇന്നയാൾ വരുമെന്ന്. ഇനി അവർ വരാൻ കുറെ ലേറ്റ് ആയാൽ then they were free to sleep on the veranda. അപ്പം അവർ വരാന്തയിൽ കിടന്നുകൊള്ളണം. ബട്ട് കുഡ് നോട്ട് സ്റ്റേ ദ നൈറ്റ് വിത്ത് ദർ വൈഫ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലേറ്റായി വന്നാൽ വൈഫിനോടൊപ്പം കിടക്കാനായിട്ട് സമ്മതിക്കില്ല. മെൻ കുഡ് ഹാവ് അൺലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് സംബന്ധം വൈഫ്സ്. Although women seem to have been limited to no more than 12 visiting husbands. അപ്പോൾ men could have unlimited numbers of സംബന്ധം വൈഫ്സ്. അപ്പോൾ ഇതുപോലെ നായർ യുവാക്കൾക്ക് ധാരാളം അൺലിമിറ്റഡ് പരിധിയില്ലാത്ത അത്ര സംബന്ധം വൈഫ്സ് ഉണ്ടാകാം. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഓൾദോ വുമൺ സീം ടു ഹാവ് ബീൻ ലിമിറ്റഡ്, അവർക്ക് ലിമിറ്റഡ് നമ്പർ ആണ്. ടു നോ മോർ ദാൻ 12 വിസിറ്റിംഗ് ഹസ്ബൻഡ്സ്. 12, മാക്സിമം 12, അതിന്റെ അപ്പുറത്തേക്ക് വിസിറ്റിംഗ് ഹസ്ബൻഡ്സ് ഉണ്ടാവില്ല. The Nair case elaborates the understanding of marriage beyond sexual union, paternity and legitimacy. It does at the same time impose an important set of rules and fulfills functions that are quite understandable in the context of a lineage and caste-based society.
But the rights and regulations assumes the following significance appropriate the broader Nair social order. The significant appropriate broader. അത് ആ ഓർഡർ എന്തൊക്കെയാണ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ they reflect and enforce a morality that permits open sexual relations provided that they are contracted within the limits of caste membership and uphold standards of hereditary purity. Second one, they contribute to the focusing of social relationship with the caste. Third, they represent and underscore long-term alliances among localized matrilineages, which along with caste group constitute the core components of the society. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആർ യു അവെയർ ഓഫ് മാരേജ് പ്രാക്ടീസസ് ഇൻ വിച്ച് മാരേജ് പെർഫോംസ് എ ഡിഫറെന്റ് ഫങ്ഷൻസ് ദാൻ സ്റ്റേറ്റഡ് എബോ? അപ്പൊ ഇവിടെ ചില ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള മാരേജ് പ്രാക്ടീസസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പാട്രീസിയ ഉബേറിയോ. Patricio Borio's study of the Hindu marriage is an understanding of marriage in terms of law, legitimation and tradition. ഈ മൂന്ന് കാര്യങ്ങൾ, litigation and tradition. അപ്പോൾ ബിയോയുടെ സ്റ്റഡി ഓഫ് ഹിന്ദു മാരേജ്, അതിൽ അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ മാരേജ് ഇൻ ടേംസ് ഓഫ് ലോ, നിയമപരമായിട്ട്, ലിറ്റിഗേഷൻ ആൻഡ് ട്രഡീഷൻ. She discussed the importance of sex and sexuality in the judicial perspectives on marriage, both as a sacrament and as a contract. Uberio provides an understanding of marriage in terms of law, litigation and tradition. Uberio provides an understanding of marriage, very important, marriage in terms of law, litigation and tradition. Taking a judicial perspectives on sex and sexuality, she explains marriage both as a sacrament and as a contract. അപ്പോൾ ഈ ജുഡീഷ്യൽ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടിൽ കൂടി നോക്കുകയാണെങ്കിൽ സെക്സും സെക്ഷ്വാലിറ്റി ഒക്കെ അവര് വിവരിച്ചിരിക്കുന്നത് മാരേജ് ബോത്ത് ആസ് എ സാക്രമെന്റ് ആസ് എ കോൺട്രാക്ട്, ഒരു പവിത്രമായിട്ടുള്ള കോൺട്രാക്ട് ആയിട്ടാണ് ഇവിടെ പാട്രീസിയ ഉബേറിയോ മാരേജിനെ കാണുന്നത്. The judicial cases reveal the deeply held belief that marriage is an important social institution. അപ്പൊ ജുഡീഷ്യൽ കേസസ് അത് റിവീൽ ചെയ്യുന്നത് എന്താണ്? ഡീപ്ലി ഹെൽഡ് ബിലീഫ് ദാറ്റ് മാരേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മാരേജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. whose stability must be maintained irrespective of individual desires. ആളുകൾക്ക് തോന്നിയ പോലെ അവരവരുടെ ആഗ്രഹം പോലെ മാറ്റി മറിക്കാൻ പറ്റാത്ത ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്നാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പറയുന്നത്. However, under forces of modernity, there is a shift from marriage as a sacrament to a contract. അപ്പോൾ മാരേജ് പവിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാരേജ് ഒരു കോൺട്രാക്ട് മാത്രമല്ല, അത് പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. പക്ഷേ മോഡേൺ സൊസൈറ്റിയിൽ, however, under forces of the modernity, there is a shift ഫ്രം മാരേജ്. ഇപ്പോൾ ഈ മോഡേൺ കാലത്ത് ദർ ഈസ് എ ഷിഫ്റ്റ് ഫ്രം മാരേജ് ആസ് എ സാക്രമെന്റ് ടു എ കോൺട്രാക്ട്. ഇപ്പം അത് പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ഒരു താൽക്കാലിക കോൺട്രാക്റ്റ് ആയിട്ടും മാറപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഡൈവേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. ദാറ്റ് ഈസ് ദർ ഈസ് എ ഡിക്ലൈൻ ഇൻ ദ സോഷ്യൽ ആൻഡ് റിച്വൽ സ്റ്റാറ്റസ് ഓഫ് മാരേജ്. അപ്പോൾ മോഡേണിറ്റി കാരണം ദർ ഈസ് എ ഡിക്ലൈൻ ഇൻ ദ സോഷ്യൽ ആൻഡ് റിച്വൽ സ്റ്റാറ്റസ് ഓഫ് മാരേജ്. മാരേജിന്റെ സാമൂഹികവും മതപരമായിട്ടുള്ള സ്റ്റാറ്റസ് അവിടെയൊക്കെ കുറച്ച് ഇടിവ് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കം മോർ ഓഫ് എ കൈൻഡ് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു മിയർ എഗ്രിമെന്റ് ആയിട്ട് മാറുന്നുണ്ട് മോഡേൺ സൊസൈറ്റിയിൽ മാരേജ്. നെക്സ്റ്റ്, മാരേജ് റൂൾസ്. എവറി സൊസൈറ്റി ഹാസ് സർട്ടൻ റൂൾസ് റെഗുലേറ്റിംഗ് whom one should marry or every society has certain rules regulating whom one should marry or not marry, the number of spouse and the status of the group in which marriage takes place. Rules vary in terms. ഇവിടെയൊക്കെ റൂൾസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
exclusion or inclusion of marriage partners, there are basically two types of rules about whom one should marry or not. അപ്പൊ ആരെല്ലാം ആർക്കൊക്കെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ആർക്കൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റൂൾസ് ഉണ്ട്. കുറെ റൂൾസ് ഈ മാരേജ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ റൂൾസ് ഓഫ് പ്രൊഹിബിഷൻ, ഫസ്റ്റ് വൺ റൂൾസ് ഓഫ് പ്രൊഹിബിഷൻ. മാരേജ് ആരൊക്കെ ആയിട്ട് നടക്കാം, പാർട്ട്നേഴ്സ് തമ്മിൽ എങ്ങനെയൊക്കെ ആവാം, എക്സ്ക്ലൂഷൻ ഓർ ഇൻക്ലൂഷൻ എവിടെ നിന്നൊക്കെ നമുക്ക് സ്വീകരിക്കാം. ദർ ആർ ബേസിക്കലി ടു ടൈപ്സ് ഓഫ് റൂൾസ് അബൌട്ട് ഹൂം വൺ ഷുഡ് മാരി ഓർ നോട്ട്. റൂൾസ് ഓഫ് പ്രൊഹിബിഷൻ, ഇൻസെസ്റ്റ്, ടാബു ആൻഡ് എൻഡോഗമി. സ്റ്റേറ്റിംഗ് ദ കിൻ ഓർ റിലേറ്റീവ് ഹൂം വൺ കനോട്ട് മാരി. അപ്പോൾ ഒരാൾക്ക് ആരെയൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ചില നിബന്ധനകളുണ്ട്. എൻഡോഗമി, എക്സോഗമി, അതൊക്കെ എൻഡോഗമി എന്ന് വെച്ചാൽ അകത്ത് തന്നെയുള്ളവർ, മറ്റേ എക്സോഗമി എന്നുള്ളത് പുറത്തുള്ളത്. സ്റ്റേറ്റിംഗ് ദ കിൻ ഓർ റിലേറ്റീവ് ഹൂം വൺ കനോട്ട് മാരി, ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ആസ് മാരേജ് പാർട്ട്നേഴ്സ്. അപ്പോൾ മാരേജ് പാർട്ട്നേഴ്സിൽ ആ കിന്നിൽ നിന്ന്, സ്റ്റാർട്ടിംഗ് ദ കിൻ ഓർ റിലേറ്റീവ് ഹൂം വൺ കനോട്ട് മാരി, ആരെയെല്ലാം വിവാഹം കഴിക്കാൻ പാടില്ല ഒരാൾക്ക് എന്നുള്ളത്. The rules of exogamy in North India is an example of the rule of prohibition. അപ്പോൾ ഈ റൂൾ ഓഫ് എക്സോഗമി ഇൻ നോർത്ത് ഇന്ത്യയിലുള്ള റൂൾ ഓഫ് എക്സോഗമി അത് ഒരു എക്സാമ്പിൾ ആണ് ഇതുപോലെയുള്ള തടസ്സങ്ങൾക്ക്. റൂൾസ് ഓഫ് പ്രൊഹിബിഷൻ. സെക്കൻഡ്, റൂൾസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, അതായത് എൻഡോഗമി, പ്രിസ്ക്രൈബിംഗ് the preferential marriage partners that are the relative who are preferred for marriage. The practice of cross-cousin marriage among South Indians is an example of the rule of prescription. അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള ക്രോസ് കസിൻ മാരേജ് അത് ഈ റൂൾസ് ഓഫ് പ്രിസ്ക്രിപ്ഷന് അല്ലെങ്കിൽ എൻഡോഗമിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമ്പർ ഓഫ് മാരേജ് പാർട്ട്നേഴ്സ്, എത്ര പേരൊക്കെ മാരേജ് പാർട്ട്നേഴ്സ് ആകാന്നുള്ളത്. ഇൻ സം സൊസൈറ്റി പീപ്പിൾ ആർ അലൗഡ് ടു ഹാവ് ഓൺലി വൺ മാരേജ് പാർട്ട്ണർ. ഒരു വ്യക്തിക്ക് ഒരാളെ മാത്രം വിവാഹം കഴിക്കുക. അപ്പൊ അതാണ് കുറച്ച് സൊസൈറ്റിയിൽ, ഇൻ സം സൊസൈറ്റീസ് ആളുകളെ അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മാരേജിനെ ഇറ്റ് ഈസ് കോൾഡ് മോണോഗമി. വേറാസ് ഇൻ മെനി അതർ സൊസൈറ്റി ദേ ആർ അലൗഡ് ഹാവ് മോർ ദാൻ വൺ മാരേജ് പാർട്ട്നേഴ്സ്. അപ്പൊ വേറെ ചില സൊസൈറ്റികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ പറയണ പോളിഗമി, ഒന്നിൽ കൂടുതൽ. മറ്റത് ഒരു പാർട്ട്ണർ, ഒരു യുവാവ് ഒരു യുവതിയെ മാത്രം വിവാഹം കഴിക്കുക, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മാത്രം എന്നുള്ളത്. അപ്പൊ മറ്റേതാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഒരു പുരുഷൻ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പുരുഷനെ ഒരു സ്ത്രീ വിവാഹം കഴിക്കുക. അപ്പൊ അതങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്, അത് പോളിഗമി. സ്റ്റാറ്റസ് ഓഫ് ദ ഗ്രൂപ്പ് ഇൻ വിച്ച് പ്രിഫറബിളി ഗേൾസ് ആർ മാരിഡ്, ഇറ്റ് കുഡ് ബി എ ഹയർ സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഇനി സ്റ്റാറ്റസ് ഓഫ് ദ ഗ്രൂപ്പ് ഇൻ വിച്ച് പ്രിഫറബിളി ഗേൾ ആർ മാരീഡ്, ഗേൾസിനെ എങ്ങനെയാണ് വിവാഹത്തിന് അനുവദിക്കണമെന്ന് വെച്ചാൽ ഇറ്റ് കുഡ് ബി എ ഹയർ സ്റ്റാറ്റസ് ഗ്രൂപ്പ്. അതൊരു ഹയർ സ്റ്റാറ്റസ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ പറയണ ഹൈപ്പർഗമി. ലോവർ സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ പെട്ടിലേക്കാണ് കല്യാണം കഴിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പോഗമി. ഓർ ഈക്വൽ സ്റ്റാറ്റസ് ആണെങ്കിൽ ഇസോഗമി. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ഹൈപ്പർഗമി, വാട്ട് ഈസ് ഹൈപ്പോഗമി ആൻഡ് വാട്ട് ഈസ് ഇസോഗമി, അതുപോലെ തന്നെ മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി ഒക്കെ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അടുത്ത ടോപ്പിക്സിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. Next, incest taboo. One of the basic and universal rules of exclusion to marriage is the incest taboo, or a rule of prohibition of marriage or sexual union between members of primary family. അപ്പോൾ പ്രൈമറി ഫാമിലി അതിൽ ചിലവർക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ ഒരുണ്ട്, ഫാദർ, മദർ ആൻഡ് സിബ്ലിങ്സ്. അപ്പം in societies with unilineal descent system, patrilineal or matrilineal, the incest taboo is often defined based on the distinction between two kinds of first cousins, parallel cousins, cross cousins. അവിടെയൊക്കെ ആരൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളതിനാണ് ഇൻസെസ്റ്റ് ടാബു എന്നുള്ളത്. സെക്ഷൽ റിലേഷൻസ് വിത്ത് എ പാരലൽ കസിൻ ഈസ് ഇൻസെസ്റ്റിയസ്. ഈ സെക്ഷൽ റിലേഷൻസ് വിത്ത് പാരലൽ കസിൻസ് ആണെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണ്, ബിക്കോസ് ദേ ബിലോങ് ടു ദ സെയിം ജനറേഷൻ ആൻഡ് ദ സെയിം ഡിസെന്റ് ഗ്രൂപ്പ്. ഒരേ ഗ്രൂപ്പിലും ഒരേ ജനറേഷനിലും പറഞ്ഞുകൊണ്ട് അങ്ങനെ പാടില്ല. സെക്ഷൽ റിലേഷൻസ് വിത്ത് ക്രോസ് കസിൻ ഈസ്
നോട്ട് ഇൻസിസ്റ്റിയസ്. പക്ഷേ സെക്ഷൽ റിലേഷൻസ് വിത്ത് ക്രോസ് കസിൻസ് ആണെങ്കിൽ അവിടെ കുഴപ്പമില്ല, ബിക്കോസ് ദേ ബിലോങ് ടു ദ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ഓർ മൊയിറ്റി. പാരലൽ കസിൻസ് തമ്മിലുള്ള മാരേജസ് സമ്മതിക്കണില്ല, പക്ഷേ ക്രോസ് കസിൻസ് ആണെങ്കിൽ അത് സാങ്ഷൻ ഉള്ളതാണ്. ദർ ആർ വേരിയസ് തിയറീസ് എക്സ്പ്ലെയിൻ ദ പ്രാക്ടീസസ് ഓഫ് ഇൻസെസ്റ്റ് ടാബു ഇൻ അവർ സൊസൈറ്റി. ദ തിയറി ഓഫ് ഇൻസ്റ്റിങ്ക്റ്റീവ് ഹൊറർ ആർഗ്യൂസ് ദാറ്റ് ഹോമോസാപ്പിയൻസ് ആർ ജനറലി programmed to avoid incest. This theory has been refuted. The second theory, biological degeneration, argues that the incest taboo developed in response to abnormal offspring born from incestuous unions. A decline in fertility and survival does accompany brother-sister mating across several generations. However, human marriage patterns are based on specific cultural beliefs rather than universal concerns about biological degenerations several generations in the ഫ്യൂച്ചർ. ഇപ്പം ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ചിലയിടത്തൊക്കെ ഇങ്ങനെ ബയോളജിക്കൽ ഡീജനറേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പറ്റാത്ത സ്ഥലത്ത് പോയി ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മാരേജ് രീതി അല്ല. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് എക്സോഗമി ആൻഡ് എൻഡോഗമി. Exogamy is the marriage rule that prohibits marriage within one's own defined social group. Exogamy എന്ന് പറഞ്ഞാൽ is the marriage rule that prohibits marriage within one's own defined social group. ഒരാളുടെ സ്വന്തം ആ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് ആരെയും വിവാഹം ചെയ്യാതിരിക്കുക, exogamy. The avoidance of incest and the widening of social network are the factors that prevent people from marrying within the group. For example, the Hindus of northern India marry outside the village to ensure that spouses live in faraway village and towns. Endogamy, on the other hand, exogamy-യുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എൻഡോഗമി. അത് അകത്തുനിന്ന് തന്നെ വിവാഹം ചെയ്യാനായിട്ട് അനുവദിക്കുക, അങ്ങനെയുള്ളതിനാണ് എൻഡോഗമി. എന്നാൽ പുറത്ത് നിന്ന് പോയി വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എക്സോഗമി. എൻഡോഗമി, ഓൺ ദ അതർ ഹാൻഡ്, allows marriage with members of a close kin group. The reason for this is that spouse would come from specific group. It ensures the maintenance of strong kinship network within the group. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് തന്നെ നല്ല സ്ട്രോങ് കിൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മാരേജസ് ഉള്ളത്. എൻഡോഗമി. വാട്ട് ഈസ് മീൻ ബൈ മോണോഗമി ആൻഡ് പോളിഗമി? മോണോ മീൻസ് വൺ. അപ്പോൾ മോണോഗമി വൺ സ്പേസ് ഓൺലി. പോളിഗമി ആണെങ്കിൽ പോളി മീൻസ് മോർ ദാൻ വൺ. അപ്പോൾ മോർ ദാൻ വൺ സ്പൗസിന് ഉള്ളതാണ് പോളിഗമി എന്ന് പറയുന്നത്. അതുപോലെ പോളിജെനി എന്ന് പറഞ്ഞാൽ 2 or more വൈഫ്സ്. ഒരു പുരുഷന് രണ്ടിൽ കൂടുതലോ വൈഫ്സ് ഉണ്ടെങ്കിൽ അതിന് വി കോൾഡ് പോളിജെനി. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ 2 or more ഹസ്ബൻഡ്സ്. ഒരു സ്ത്രീക്ക് 2 അതിൽ കൂടുതലോ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോളിയാൻഡ്രി. This is a very important point, the difference between exogamy and endogamy. പരീക്ഷയ്ക്കും സാധാരണ വരുന്ന ക്വസ്റ്റ്യനിൽ പെടുന്ന ഒന്നാണ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി. ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആണെങ്കിൽ അത് എൻഡോഗമി, ഗ്രൂപ്പിന് പുറത്ത് ദൂരെ നിന്നുള്ളതാണെങ്കിൽ ദാറ്റ് ഈസ് എക്സോഗമി. And what are the factors that lead to practice of polyandry? Next question. പോളിയാൻഡ്രിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നെക്സ്റ്റ്, മാരേജ് ആൻഡ് റൂൾസ് ഓഫ് റെസിഡൻസ്. ഇപ്പോൾ മാരേജും അതുപോലെ പിന്നെ താമസിക്കുന്ന ആ റെസിഡൻസിൻ്റെ മാരേജ് താമസിക്കാനുള്ള ആ നിയമങ്ങൾ, മാരേജ് കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ സെറ്റ് ഡൗൺ ചെയ്യണമെന്നുള്ളത്. പാട്രിയോർക്കൽ റെസിഡൻസ് ഒക്കേഴ്സ് വെൻ എ ന്യൂലി മാരീഡ് കപ്പിൾ എസ്റ്റാബ്ലിഷസ് ദെയർ ഹോം നിയർ ഓർ ഇൻ ദ ഗ്രൂംസ് ഫാദേഴ്സ് ഹൗസ്. ഇപ്പം പാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വീട്, അപ്പൻ്റെ പിതാവിൻ്റെ, ഗ്രൂംസ് ഫാദർ. മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ ബ്രൈഡ്സ് മദർ. വിരിലോക്കൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്. ഒക്സോറിക്കൽ വൈഫ്. അപ്പം ആ ടേംസിൻ്റെ ഒക്കെ മീനിങ് പഠിച്ചിരിക്കുക. അപ്പോൾ പാട്രിലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ റെസിഡൻസ് ഒക്കേഴ്സ് വെൻ എ ന്യൂലി മാരീഡ് കപ്പിൾ എസ്റ്റാബ്ലിഷസ് ദെയർ ഹോം നിയർ ഓർ ഇൻ ദ ഗ്രൂംസ് ഫാദേഴ്സ് ഹൗസ്. അപ്പം ഗ്രൂമിൻ്റെ അച്ഛൻ
ആ രീതിയിൽ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കണമെങ്കിൽ ദിസ് ഈസ് കോൾഡ് പാട്രിലോക്കൽ residence. This makes sense in a society that follows patrilineal descent. That is when descent is traced only from males to their offspring. അപ്പൊ അവിടെ അധികാരമൊക്കെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ്റെ പേരാണ് ആ അതിലെ കൂടിയാണ് ഓഫ്സ്പ്രിങ്ങിനും അവരുടെ കുടുംബ പേരൊക്കെ കിട്ടണം. This is because it allows the groom to remain near his male relatives. Women do not remain in their natal household after marriage with this residence pattern. അപ്പൊ ഈ റെസിഡൻസ് പാറ്റേൺ അനുസരിച്ച്, അതായത് മാട്രിലോക്കൽ റെസിഡൻസ് പാറ്റേൺ അനുസരിച്ചിട്ട് സ്ത്രീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക. അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീട് ഏതാണ് ആ വീട്ടിൽ വന്നിട്ട് താമസിക്കുക. ഇനി മാട്രിലോക്കലിനാണെങ്കിൽ അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് അധികാരമുള്ളതാണ് മാട്രിലോക്കൽ. റെസിഡൻസ് ഒക്കേഴ്സ് വെൻ എ ന്യൂലി മാരീഡ് കപ്പിൾ എസ്റ്റാബ്ലിഷസ് ദെയർ ഹോം. So this keeps women near their female relatives. Viriolical is the residence pattern in which a woman moves into her husband's home. Oxolorical residence, the residence pattern in which a man moves into his wife's home. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിഡൻസ് സെറ്റപ്പ്. Then few more types are there. Avunocolical residence occurs when a newly married couple establishes their home near or in the groom's maternal uncle's house. It is called avunculocal residence. Another one, neolocal residence occurs when a newly married couple establish their home independent of both sets of relatives. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിയോലോക്കൽ റെസിഡൻസ് എന്ന് പറയും. ദെൻ ambilocal residence occurs when newly married couple has the choice of living with or near the groom's or the bride's family. The couple may also live for a while with one set of parents and then move to live with the other. This type of residence is called ambilocal residence. Next, marriage presentations or economic transactions. മാരേജിൻ്റെ ഇടയിൽ കിട്ടുന്ന പ്രസൻസും അതുപോലെ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത്. But there are mainly most marriages involves gift giving between partners, families and friends. There are three major forms of economic transactions that accompany marriage rituals and customs. They are first one, dowry, second, bride price, third, bride service. ഇതെല്ലാം മേജർ ഫോംസ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻസ്. ഇനി വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഡൗറി. A dowry is a form of marriage presentation in which there is transfer of marital wealth in the form of jewelry, clothes, furniture, etc. അപ്പം ഡൗറി എന്ന് പറഞ്ഞാൽ അതൊരു മാരേജ് പ്രസൻറ്റേഷൻ ആണ്. ഇറ്റ് മീൻസ് ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ വെൽത്ത് ഇതേ കൂടി നൽകപ്പെടുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? ആഭരണമായിട്ട്, വസ്ത്രമായിട്ട്, ഫർണിച്ചറായിട്ട്, അങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ. ഫ്രം ദ ഫാമിലി ഓഫ് ദ ബ്രൈഡ് ടു ദ ഗ്രൂം ആൻഡ് ഹിസ് ഫാമിലി. ഇറ്റ് ഈസ് നൈദർ ടു ബി അണ്ടർസ്റ്റുഡ് ആസ് എ ഫോം ഓഫ് bride's wealth because she has no control over it and the material money is used by her husband and his family. അപ്പൊ എന്ത് കൊടുക്കണം? അത് സ്ത്രീക്കല്ല കിട്ടുന്നത്, അവരുടെ കുടുംബത്തിലേക്ക്, ആ ഭർത്താവിനും ഫാമിലിക്കുമാണ് കിട്ടുന്നത്. മച്ച് ഓഫ് ദ ഡവറി ബട്ട് ദ ബ്രൈഡ്സ് പാർട്ട്നേഴ്സ് ആൻഡ് maternal uncle provide gift periodically throughout the marriage. In India, where dowry is practiced widely, it has become a social problem, where parents of brides are under pressure to pay a huge amount to get them married. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഈ ഡവറി, സ്ത്രീധനം, അത് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം സ്ത്രീകളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടണമെങ്കിൽ പാരൻസ് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട്. വലിയ സ്ത്രീധനം കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വലിയ പ്രോബ്ലമാണ് നമ്മുടെ നാട്ടിൽ ഈ ഡൗറി സിസ്റ്റം. ബ്രൈഡ് പ്രൈസ്. സെക്കൻഡ് വൺ, ബ്രൈഡ് പ്രൈസ്. ബ്രൈഡ് പ്രൈസ് സംടൈംസ് റെഫർഡ് ടു ആസ് എ ബ്രൈഡ് വെൽത്ത് ഈസ് എ ഫോം ഓഫ് മാരേജ് പേയ്മെന്റ് ഇൻ വിച്ച് ദ ബ്രൈഡ്സ് ഗ്രൂപ്പ് റിസീവ്സ് എ പേയ്മെന്റ് ഓഫ് ഗുഡ്സ്
money or livestock to compensate for the loss of woman's labor and the children she bears. These exchange relations between families may persist over many years and in some societies constitute the chief means for the circulation of wealth. In these situations, marriage is a corporate enterprise in which control over prestige, valuable in valuable is exercised by an older generation of men. Marriage payments are thus a way of establishing and securing alliances and for allocating women's labor power and fertility. Bride price is not a payment for women. ഈ ബ്രൈഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്കുള്ള ഒരു പേയ്മെന്റ് അല്ല, ബട്ട് റാദർ ഈസ് സീൻ ആസ് എ വേ ഓഫ് വാല്യൂയിങ് ദ ലേബർ ഓഫ് വുമൺ. സ്ത്രീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഫുൾ കാര്യങ്ങളും ചെയ്യണം. അപ്പം അവളുടെ ആ ജോലിനെ ബട്ട് റാദർ സീൻ ആസ് എ വേ ഓഫ് വാല്യൂയിങ് ദ ലേബർ ഓഫ് വുമൺ. വുമൻ്റെ ആ തൊഴിലിനെ ആ വാല്യൂവിനെ സമ്മതിക്കുക, അതാണ് ഇതിൽ കൂടി നടപ്പിലാക്കുന്നത്. ദ എഫോർട്ട് ഇൻവോൾവ് ബൈ ദ ബ്രൈഡ്സ് ഫാമിലി ഇൻ റേസിംഗ് ദ ഫീമെയിൽ ആൻഡ് ദ ലേബർ വാല്യൂ ഓഫ് വുമൺസ് ഓഫ് സ്പ്രിങ്. അപ്പോൾ ഈ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഫാമിലി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആൻഡ് ദ ലേബർ വാല്യൂ ഓഫ് വുമൺസ് ഓഫ് സ്പ്രിങ്. അപ്പോൾ ഇതിനൊക്കെ കൂടിയായിട്ടാണ് ഇങ്ങനെ ബ്രൈഡ് പ്രൈസ് കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത്. Next, bride service. Bride service is the custom in which the groom or the husband is expected to render service for a stipulated period for the family of his wife. അപ്പോൾ ബ്രൈഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് വരെ ആ വരൻ ഭാര്യ വീട്ടിൽ പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഗ്രൂം ഓർ ദ ഹസ്ബൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു റെൻഡർ സർവീസസ് ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ഒരു പ്രത്യേക നിശ്ചയിക്കപ്പെട്ട ഒരു പീരീഡ് കാലം വരെ അവിടെ പോയി അവർക്ക് വേണ്ട സർവീസൊക്കെ ചെയ്തു കൊടുക്കുന്നതിനാണ് ബ്രൈഡ് സർവീസ് എന്ന് പറയുന്നത്. But in this unit, we have learned about the basic concept of marriage. Basic concept of marriage എന്താണെന്ന് കണ്ട്. The unit began with the definition of marriage, then various theoretical understanding of marriage. Then we move to understanding the rules of marriage according to which individuals select the marriage partners. എവിടെ നിന്ന് ആർക്കൊക്കെ വിവാഹം കഴിക്കാം, പിന്നെ അവരുടെ താമസം എങ്ങനെയായിരിക്കും, ഡിഫറെൻറ്റ് റെസിഡൻസ് പാറ്റേൺസ് എന്തൊക്കെയാണ്. വി ഓൾസോ ലേൺ അബൌട്ട് ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് മാരേജ്. മാരേജിന്റെ എക്കണോമിക് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ബൈ ലുക്കിംഗ് അറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് അക്കോമ്പനിങ് മാരേജ്. ദെൻ ദ യൂണിറ്റ് ഹെൽപ്പ് us to learn that marriage is an important institution in society that regulates social relation among the members through rules of marriage and also exchange of gifts. ഇവിടെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് അവസാനം കറക്റ്റ് ആണോ എന്ന് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ഭാഗം ചെക്ക് ചെയ്തിട്ട് ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് യൂണിറ്റ് 2 ഫാമിലിയാണ്. ഇപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി ഈസ് ഫാമിലി. ഇപ്പം നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞ് മാരേജ്. നെക്സ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫാമിലി. ഇവിടെ മനസ്സിലാക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫാമിലി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് കിൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ family and domestic group, then what are the characteristics of a family, then what are the functions of a family. There are different types of families also. Biological family, most modern family, post-modern family, traditional family, etc. What are the changes in the family? See the introduction of family. The term family comes from the Latin word familia, meaning a household. അപ്പൊ ഫാമിലി എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് അതൊരു ലാറ്റിൻ വേർഡാണ്, ഫെമിലിയ. അപ്പൊ അതിന്റെ മീനിങ് ഹൗസ് ഹോൾഡ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി ഗ്രൂപ്പ്. ഏറ്റവും
എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, പ്രൈമറി ഗ്രൂപ്പിന് ഉള്ള ഒരു എഫിഷ്യൻ്റ് എക്സാമ്പിളാണ് ഫാമിലി. A family is a group and an institution as it has certain rules and procedure at its base. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതോടൊപ്പം തന്നെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ്. ആസ് ഇറ്റ് ഹാസ് സർട്ടൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അറ്റ് ഇറ്റ്സ് ബേസ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കുറച്ച് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ institution as well as a group. It is a primary group. Anthropologists study family with reference to different dimensions. അപ്പോൾ ആന്ത്രപ്പോളജിസ്റ്റ് ഫാമിലിനെ പഠിക്കുന്നത് കൂടി നോക്കിയിട്ടാണ്. അതായത് കോ റെസിഡൻസ് റൂൾസ്, പാറ്റേൺ ഓഫ് അതോറിറ്റി, ഡിസെൻറ്റ്, മാരേജ്, പ്രോപ്പർട്ടി, കിൻഷിപ്പ് ടേംസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ആന്ത്രോപോളജിസ്റ്റ് ഫാമിലിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ മാൻസ് എസെൻഷ്യൽ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പരറ്റീവ് നീഡ്സ്. ഇനി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ മാൻസ് എസെൻഷ്യൽ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പരറ്റീവ് നീഡ്സ്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ബയോളജിക്കലും സോഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളുടെ പൂർത്തീകരണം, അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടി നമ്മൾ നേടുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഇൻ ദ സൊസൈറ്റി. ഫാമിലി ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ബേസിക്കും ഫണ്ടമെന്റലും ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് family, and therefore a universal grouping in human societies. It is the bond of kinship which primarily unites the members of a familiar grouping together. The two fundamental principles of integration that serves as binding force to keep a family intact are based on the connections arising through marriage and descent. Marriage പിന്നെ പിന്തുടർച്ച, അങ്ങനെയാണ് ഫാമിലിക്ക് തന്നെ രൂപം കൊടുക്കണ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് മാരേജും പിന്നെ അത് കഴിഞ്ഞുള്ള വരുന്ന തലമുറകളും. അത് എങ്ങനെ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഫാമിലിയിൽ കൂടി നമ്മൾ അറ്റൈൻ ചെയ്യണത്. ദീസ് പ്രിൻസിപ്പിൾസ് ഓപ്പറേറ്റ് ടു പ്രൊഡ്യൂസ് 3 മേജർ കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്സ് are those existing between husband and wife, parents and children, and siblings. അപ്പോൾ these principles operates to produce 3 major kinds of relationships. ഇപ്പോൾ ഫാമിലി രൂപം കൊണ്ടാൽ അതിൽ 3 തരം മേജർ കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ പാരൻസ് ആൻഡ് ചിൽഡ്രൻ, പിന്നെ അതുപോലെ തന്നെ അവിടെ സിബിലിങ്സ് കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം. അപ്പോൾ അങ്ങനെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ പാരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധം, അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ 3 തരം റിലേഷൻഷിപ്പാണ് ഫാമിലിയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Next, we can see what are the definition of family. Different definitions are given by different sociologists about family. George Murdoch, the first definition given in this is according to George Murdoch. He defined the family as a social group characterized by common residence, economic cooperation and reproduction. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, നല്ലൊരു ഡെഫിനിഷനും കൂടിയാണ് മർഡോക്ക് തന്നിരിക്കുന്നത്. ദ ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. ഫാമിലി എന്ന് പറയുന്ന ഒരു സോഷ്യൽ റെസിഡൻസ്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിനൊരു കോമൺ റെസിഡൻസ് ഉണ്ടാവും, പൊതുവായിട്ടുള്ളൊരു താമസ സ്ഥലം അവിടെയുള്ള ഫാമിലിയിലുള്ള അംഗങ്ങൾക്കൊക്കെ. എക്കണോമിക് കോപ്പറേഷൻ, അവിടെ താമസിക്കുന്നവർക്ക് ഒരു എക്കണോമിക് കോപ്പറേഷൻ ഉണ്ടാവും. അതുപോലെ റീപ്രൊഡക്ഷൻ, കുട്ടികളെ വളർത്തിക്കൊണ്ട് തലമുറകളെ വലുതാക്കുക, കുട്ടികളെ ജനിപ്പിക്കുക, വളർത്തുക എന്നുള്ള ആ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം 3 റിലേഷൻഷിപ്സ് ആണ് അവിടെ മെയിനായിട്ട് ഉള്ളത്. കോമൺ റെസിഡൻസ്, ദെൻ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡൾട്ട്സ് ഓഫ് ബോത്ത് സെക്സസ്. അപ്പോൾ ഈ ഫാമിലി എന്ന് പറയുന്നത് അവിടെ പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷനും ഉണ്ടാവും സ്ത്രീയും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 2 of whom മെയിൻറ്റെയിൻ എ സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷുവൽ റിലേഷൻഷിപ്പ്
റിലേഷൻ ആൻഡ് വൺ ഓർ മോർ ചിൽഡ്രൻ. അപ്പൊ അവര് തമ്മിൽ അപ്പൊ പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷനുണ്ടാവും, സ്ത്രീ ഉണ്ടാവും. അവർക്ക് അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻസ് സ്ഥാപിക്കാൻ കഴിയും. അതുമൂലം വൺ ഓർ മോർ ചിൽഡ്രൻ, ഒന്നിൽ കൂടുതലോ ചിൽഡ്രനും ഉണ്ടാകാം. ഓൺഡ് ഓർ അഡോപ്റ്റഡ് ഓഫ് ദ സെക്ഷലി കൊഹാബിറ്റഡ് അഡൽട്സ്. ഒന്നില്ലെങ്കിൽ അവരുടെ സ്വന്തം. ഈ കുട്ടികളില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ദമ്പതികൾ പുറത്തുനിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ടും വളർത്താറുണ്ട്. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും, അതായത് പാരൻസ്, പിന്നെ കുട്ടികൾ, അങ്ങനെയുള്ള അവരുടെ ഒരു താമസ സ്ഥലമാണ് ഫാമിലി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Others define family as a group of people who are united by reorganized by the community as constituting a single household. അപ്പൊ അതേഴ്സ് ഡിഫൈൻ, മറ്റുള്ള ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫാമിലി ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ഹു ആർ യുണൈറ്റഡ് ബൈ ടൈസ്. അവർ ചില ബന്ധങ്ങളാൽ യോജിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധം എന്ന് പറയുന്നത് മാരേജ് മൂലം യോജിച്ചിട്ടുള്ള കപ്പിള്, ആൻസിസ്റ്ററി പൂർവികന്മാർ, ഓർ അഡോപ്ഷൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ആൻഡ് ഹു ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മ്യൂണിറ്റി ആസ് കോൺസ്റ്റിറ്റ്യൂഷിങ് എ സിംഗിൾ ഹൗസ് ഹോൾഡ് ആൻഡ് ആസ് ഹാവിങ് റെസ്പോൺസിബിലിറ്റി ഓഫ് റെയറിങ് ചിൽഡ്രൻ. അപ്പൊ ആ സമുദായം അംഗീകരിക്കണ രീതിയിൽ ഫോം ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും, അതുപോലെ അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ. എന്നിട്ട് ഈ കുട്ടികൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുക. ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ദ USA സെൻസസ് ഡിഫൈൻസ് ദ ഫാമിലി ആസ് 2 or more persons who are related to The USA Census defines the family as 2 or more persons who are related to each other by blood or marriage or through adoption and who live together. Okay, this is enough for today. We can see later. Bye. Goodbye.